തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യമാണ്. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. ഏറെ അർത്ഥം അടങ്ങിയിരിക്കുന്ന ഒരു തിരുവചന സന്ദേശമാണ് ഇത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നോഹ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ വഴി വിട്ട് നോഹ ഒരിക്കലും സഞ്ചരിച്ചിരുന്നില്ല. അങ്ങനെ നോഹ ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് തിന്മയിലങ്ങ് വളരുകയാണ്. വ്യഭിചാരവും മോഷണവും കൊലപാതകവും ദുഷ്ടതയും ചതിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞ ഒരു ലോകം. ഈ തിന്മ പെരുകി 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 വരുമ്പോൾ ദൈവം തീരുമാനിച്ചു ജലപ്രളയത്താൽ ഈ ലോകത്തെ നശിപ്പിക്കുക. അങ്ങനെ ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകണം. ദൈവം അങ്ങനെ ആഗ്രഹിച്ച നോഹയോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട നോഹ പെട്ടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പെട്ടകം ഉണ്ടാക്കുന്നു. നോഹയുടെ അടുത്തു വരുന്നവരും വഴിയെ പോകുന്നവരും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ പെട്ടകം ഉണ്ടാക്കുന്നത്? നോഹ പറഞ്ഞു, ദൈവം ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടകം ഉണ്ടാക്കുകയാണ്. എല്ലാവരും നോഹയെ കളിയാക്കുകയാണ്. നോഹയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. നോഹ മുന്നോട്ട് നീങ്ങുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുന്ന നോഹ. ആര് കളിയാക്കിയാലും നോഹയ്ക്ക് പ്രശ്നമില്ല. നോഹയ്ക്കറിയാം ദൈവം പറയുന്നത് പോലെ തന്നെ ചെയ്യും എന്ന്. പെട്ടകത്തിൻ്റെ പണി പൂർത്തിയാവുകയാണ്. അങ്ങനെ പെട്ടകത്തിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ജനം തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും കഴിച്ചു കൊടുക്കുകയും ചെയ്ത് ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന മനുഷ്യർ. ഇന്നും ചില മനുഷ്യരുടെ ജീവിതം കണ്ടാൽ മരണത്തിനപ്പുറം ഒരു ജീവിതം ഇല്ലാത്തതുപോലെയാണ്. എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നമ്മളിപ്പോൾ വായിച്ച തിരുവചന ഭാഗത്ത് നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? നോഹയുടെ കാലത്ത് ജലപ്രളയം അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ 40 രാവും 40 പകലും മഴ പെയ്തു. നിൽക്കാതെ മഴ പെയ്യുകയാണ്. മഴ പെയ്ത് വെള്ളമെല്ലാം പൊങ്ങി 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 മലകളെല്ലാം മൂടി ഈ പെട്ടകം വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒഴുകി ഒഴുകി പോവുകയാണ്. ആളുകളെല്ലാം വെള്ളം കുടിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടകത്തിനുള്ളിൽ നിന്നുകൊണ്ട് നോഹ അതെല്ലാം കാണുന്നുണ്ട്.
ദൈവം നോഹയോട് ആവശ്യപ്പെട്ടിരുന്നു, ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും ഈ 2 ജോഡി, പക്ഷികൾ 2 ജോഡി, എല്ലാ ജീവജാലങ്ങളും ഈ പെട്ടകത്തിനുള്ളിൽ ഉൾക്കൊള്ളട്ടെ. അങ്ങനെ എല്ലാം പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നോഹ പെട്ടകം അടച്ചു. എപ്പോൾ നോഹ പെട്ടകം അടച്ചോ അപ്പോൾ മുതലാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. മഴ പെയ്ത് വെള്ളത്തിൽ കിടക്കുന്ന മനുഷ്യൻ നിലവിളിച്ച് കരയുന്നുണ്ട്. കരയുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വരുന്നില്ല. വെള്ളം കുടിച്ച് അവരെല്ലാം നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച 8 പേരല്ലാതെ മറ്റാരും രക്ഷപ്പെട്ടില്ല എന്ന് തിരുവചനം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്, നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. മനുഷ്യപുത്രൻ എപ്പോഴാണ് വരിക എന്നറിയാൻ പാടില്ല. അതുകൊണ്ട് സുവിശേഷകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കള്ളൻ വരുന്നത് ഏത് നിമിഷമാണെന്ന് ഗൃഹനാഥൻ അറിയാത്തതുപോലെ മനുഷ്യപുത്രൻ വരുന്നത് എപ്പോഴാണെന്ന് ആരും അറിയുകയില്ല. 2 പേർ വയലിലായിരിക്കും, അതിൽ ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഒരുമിച്ച് വയലിൽ ജോലി ചെയ്യുന്നു, ഒരുമിച്ച് വീട്ടിലായിരിക്കുന്നു, ഒരാൾ എടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മരണം സുനിശ്ചിതം. 2 പേർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ 2 പേരെയും എടുക്കുന്നില്ല, ഒരാളെ എടുക്കുകയാണ്. 2 പേർ വയലിലാണെങ്കിൽ ഒരാൾ എടുക്കപ്പെടുകയാണ്. എപ്പോഴാണ് മരണമുണ്ടാകുക എന്ന് നമുക്കറിയാൻ പാടില്ല. എത്രയോ ആളുകളാണ് ഇങ്ങനെ പറയുന്നത്, ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരാ, ഇന്നലെ ഒന്നിച്ച് ഞങ്ങൾ ജോലി ചെയ്തവരാ, ഇന്നലെ വന്ന ഇടിയിൽ ആൾ മരിച്ചുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അധികം ദൂരത്തല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാൾ അയാൾ പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു, നിങ്ങളെല്ലാം പൊക്കോ, ഭയങ്കര ഇടിയും മഴയുമാണ്, അതുകൊണ്ട് ഞാൻ ഈ കട്ടിലേ കയറിയിരുന്നോളാം. കട്ടിലേലിരുന്നാൽ ഇടി വെട്ടില്ല എന്ന് അയാൾക്ക് നല്ല ഉറപ്പാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇടിയും മഴയൊക്കെ കഴിഞ്ഞ് അയൽവക്കം വീട്ടിലായിരുന്ന മക്കൾ തിരിച്ചു വന്നപ്പോൾ ഈ വീട് കത്തിക്കരിഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. കട്ടിലേൽ ഇടി വെട്ടിപ്പോയിരിക്കുന്നു. നമ്മുടെ ചിന്തയല്ല പ്രിയരെ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന സമയം നാം പ്രയോജനപ്പെടുത്തണം. മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ സമയം അധികമില്ല എന്നോർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ നാം തയ്യാറാകണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും, നാളെ നാളെ എന്ന് പറഞ്ഞ് മാനസാന്തരം നാം നീട്ടിവെക്കരുത്, നാളെ നാളെ എന്ന് പറയരുത്. അങ്ങനെ ഒരിക്കലും നീട്ടിവെക്കാനായിട്ട് പാടില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴാണ് കർത്താവ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് നമ്മുടെ അരികിലേക്ക് കടന്നു വരാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരിക്കലും നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നാം മാറ്റിവെക്കരുത്. തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം, പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് പറയരുത്. ചില ആളുകൾ പറയുന്നത് അങ്ങനെ, ഞാൻ എത്ര കാലമായി കുടിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ എത്ര കാലമായി പാപം ചെയ്യുന്നു, എന്നിട്ട് എനിക്കിതുവരെ ഒരു കുഴപ്പമില്ലല്ലോ. ചിലരൊക്കെ പറയുന്നു പുക വലിച്ചു കഴിഞ്ഞാൽ രോഗം വരുമെന്ന്.
ചിലരൊക്കെ പറയുന്നു മദ്യപിച്ചാൽ രോഗം വരുമെന്ന്. ഞാൻ എത്ര കാലമായി മദ്യപിക്കുന്നു, ഞാൻ എത്ര കാലമായി പുകവലിക്കുന്നു, ഞാൻ എത്ര കാലമായി സ്ത്രീയുമായി പാപം ചെയ്യുന്നു, എനിക്കിതുവരെ ഒരു കുഴപ്പവുമില്ല, എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അതുകൊണ്ട് നാളെ എനിക്ക് സമയമുണ്ട്, നാളെ എനിക്ക് അവസരമുണ്ട്, നാളെ ഞാൻ ഈ പാപം വേണ്ടാന്ന് വെക്കും എന്ന് പറയരുത്. തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി പാപമാണ് എന്ന് മനസാക്ഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിൽ നാം അത് വേണ്ട എന്ന് വയ്ക്കണം. യഹൂദനെ യഹൂദൻ്റെ നിയമമനുസരിച്ചും ക്രിസ്ത്യാനിയെ കൽപ്പനയനുസരിച്ചും മറ്റു മതസ്ഥരെ അവരുടെ മനസാക്ഷി അനുസരിച്ചും ദൈവം വിധിക്കും എന്നാണ് പൗലോസ്ലീഹ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം. അതുകൊണ്ട് എല്ലാ മനുഷ്യനും അന്ത്യ ദിവസം ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും തമ്പുരാൻ്റെ തിരുമുമ്പിൽ നിന്നേ പറ്റുകയുള്ളൂ. വിധിയുടെ ഉയർപ്പിനായി അവർ പുറത്തു വരും എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ് കർത്താവ് പറഞ്ഞ വാക്കുകളിലൂടെ. വിധിയുടെ ഉയർപ്പ്. ഇപ്പം മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. മരണം ഉറക്കം പോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതിനെക്കുറിച്ച് അറിയുന്നേയില്ല. എന്നാൽ വിധിയൊന്നുമില്ലാതെ ചില ആളുകൾക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. അത് ക്രിസ്തുവിനെ പ്രതി ജീവിച്ച് ദണ്ഡവിമോചനം നേടി അല്ലെങ്കിൽ രക്തസാക്ഷിയായി തീർന്ന് മരിച്ചു കഴിയുന്ന വ്യക്തികൾക്ക് അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു. സഭ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമാണത്. രക്തസാക്ഷിയായി തീരുന്നവർ അപ്പോൾ തന്നെ സ്വർഗത്തിലെത്തുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളെ 7-ാം അധ്യായത്തിൽ എസ്തപ്പാനോസ് രക്തസാക്ഷിയായി കല്ലേറുകൊണ്ട് മരിക്കുന്ന അവസരത്തിൽ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, മുകളിലേക്ക് നോക്കുമ്പോൾ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നത് എസ്തപ്പാനോസ് ദർശനത്തിൽ കാണുകയാണ്. അപ്പം രക്തസാക്ഷിയായി തീരുന്ന ഒരാത്മാവിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ ഒരു പിന്തുടർച്ച സഭയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോസ് ആണ് എങ്കിൽ പിന്നെ അനേകം രക്തസാക്ഷികൾ സഭയിലുണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കാനല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, മരിച്ച് സ്വർഗത്തിലായിരിക്കാനാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി പീഡനങ്ങളെപ്പോലും ഭയപ്പെടുന്നില്ലല്ലോ. ക്രിസ്ത്യാനികളെ ആരെങ്കിലും കൊല്ലുന്നു അല്ലെ പീഡിപ്പിക്കുന്നു, നിങ്ങളെ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് ഒരു പേടിയുമില്ല, പേടിക്കേണ്ട കാര്യവുമില്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. ഈശോ ഈ ലോകത്തിൽ വന്ന് പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. നാം വിശ്വസിക്കുന്ന ദൈവം കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ പീഡ സഹിച്ചു മരിച്ചുവെങ്കിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം ക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സാഹചര്യത്തെ സ്വീകരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് മരണഭയം ഉള്ളവനല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ഭയപ്പെടേണ്ടത് പാപത്തെയാണ്, പാപരഹിതമായ ഒരു ജീവിതം. എന്നാൽ കുറേ കൂടെ ആഴമായി ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമുണ്ട്, ദൈവഭയം,
ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പേടി എന്നല്ല. അതിൻ്റെ അർത്ഥം ചെറിയ പാപം പോലും ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. അതുകൊണ്ട് സർപ്പത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അതുണ്ടാക്കുന്ന മുറിവ് ഉണങ്ങുകയില്ല. ഇന്നലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ക്ലാസ് കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ അമ്മ പറയുകയാണ്, എൻ്റെ കൊച്ചിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈശോയെ കാണണം. ചെറിയ കൊച്ച്, 10-12 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ കൈകൂട്ടി പിടിച്ച് നിൽക്കുകയാണ്, എനിക്ക് ഈശോയെ കാണണം, എനിക്ക് ഈശോയെ കാണണം. അവന് വേറെ ആഗ്രഹമൊന്നുമില്ല. ഈശോയെ കാണാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ ഈശോയിൽ ഒന്നായി തീരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എപ്പോഴാണ് നമ്മുടെ അന്ത്യം എന്ന് നമുക്കറിയാൻ പാടില്ല. നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് മരണം കടന്നു വരുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളി, ആ പള്ളിയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഒരു പൊതുപ്പണി പോലെ ഇങ്ങനെ പെയിൻറ്റിങ് നടക്കുകയാണ്. അദ്ദേഹം പള്ളിയിലെ കൈക്കാരനായിട്ട് ജോലി ചെയ്യുകയാണ്. കുറേ വർഷം അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു. ഗൾഫിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം മക്കളോടൊത്ത് ഇനി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇഷ്ടം പോലെ പണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ബാങ്കിലിട്ടിട്ടുണ്ട്. അതിൻ്റെ പലിശ കൊണ്ട് സുഖമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാം. മക്കളുടെ വിവാഹം വരുന്നു, അടുത്ത ദിവസങ്ങളാണ്. അപ്പോൾ പള്ളി പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ബൾബ് അഴിക്കാൻ വേണ്ടി മുകളിൽ കയറണം. ഒരാൾ കയറി ഇറങ്ങണമെങ്കിൽ 1000 രൂപയെങ്കിലും വേണ്ടി വരും. 1000 രൂപ ലാഭിക്കാമല്ലോ എന്ന് കരുതി അയാൾ അതിൻ്റെ മണ്ടേ കയറിയതാണ്. ബൾബ് അഴിച്ച് കടിച്ചു പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ കാല് തെറ്റി താഴെ വീണ് ആ മനുഷ്യൻ മരിച്ചുപോയി. 2-3 ദിവസം കഴിയുമ്പം മക്കളുടെ കല്യാണമാണ്. കല്യാണ ആഘോഷമായി നടത്തേണ്ട ആ കല്യാണം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ആ കല്യാണം നടന്നു. കാരണം നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച ഡേറ്റ് പോലും സമയം പോലും നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ. മക്കളോടൊപ്പം ഏറെക്കാലം ജീവിക്കാം എന്ന് കരുതിയിരുന്ന ഈ അപ്പൻ്റെ അവസ്ഥ എപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കാ പ്രിയരെ പറയാൻ പറ്റുക? നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ബൈബിൾ ചേർത്ത് പറയുന്ന കാര്യം ഇതാണ്, ആ കാലഘട്ടത്തിൽ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചു കൊടുത്തും ജനം ജീവിച്ചു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യനിപ്പോൾ ഈ മണ്ണിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവനൊരാത്മാവുണ്ട് എന്ന കാര്യം അവൻ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കണം. നമുക്കൊരാത്മാവുണ്ട്. ഈ ശരീരത്തിൻ്റെ സുഖം കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരീരത്തിൻ്റെ സുഖമൊന്നും നമ്മുടെ ആത്മാവിന് സന്തോഷം നൽകുന്നതല്ല. എന്തെങ്കിലും ശരീരത്തിൻ്റെ സുഖം വേണ്ടായെന്ന് വെക്കുന്നോ അവിടെയാണ് ആത്മാവ് സന്തോഷിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ആഹാരം വേണ്ടായെന്ന് വെച്ച് ഉപവസിക്കുന്ന വ്യക്തി വൈകുന്നേരമാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ കർത്താവിനെ പ്രതി ഞാൻ ആഹാരം വേണ്ടായെന്ന് വെച്ചതിൻ്റെ സന്തോഷം. 50 നോയമ്പെടുക്കുന്ന വ്യക്തി 50 ദിവസവും ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ വേണ്ടായെന്ന് വെച്ച് അദ്ദേഹം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ 50 ദിവസം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് പ്രിയരെ, ഒരാത്മീയമായ സന്തോഷം. ഒരിക്കലും എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് നടന്ന് മലയാറ്റൂർ മല ചവിട്ടി കയറുകയാണ് ഞാൻ. മലയുടെ താഴ്വാരത്തെത്തിയപ്പോഴേക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും തോമാശ്ലീഹ മുത്തപ്പനെ വിളിച്ച് മലയുടെ മുകളിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാനന്ദമാണ്, ഒരു സന്തോഷമാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടായെന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരാനന്ദം ദൈവം തരുന്നുണ്ട്, ഒരു സന്തോഷം ദൈവം നമുക്ക് തരുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ സുഖമനുസരിച്ച് നമ്മൾ ജീവിക്കരുത്. ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മളെ വിട്ടുകൊടുക്കരുത്. നമുക്ക് വേണ്ടി മാത്രം നാം വാരിക്കൂട്ടരുത്. മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന കാര്യം കൂടെ നാം ഓർക്കണം. അവരനെ നാം കാണണം. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു നൽകുന്നോ അപ്പോഴെല്ലാം ഉള്ളിൽ ഒരു സന്തോഷമുണ്ട് പ്രിയരെ, ഒരു വലിയ ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ
വചനം പ്രസംഗിക്കുന്ന അവസരത്തിൽ എനിക്കിവൻ്റെ ഭാര്യയ്ക്കും കൂടെ കിട്ടിയതാണ്. ആ കൊച്ചിനെ കെട്ടിച്ചയച്ച് അതിന് 3 പിള്ളേരുണ്ടായി. 2 പിള്ളേരെ അവൾ നോക്കുന്നു, ഒരു കൊച്ചിനെ ഞങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് 3 വയസ്സായി. അവളെ ഞങ്ങൾ LKG ചേർത്തു. ആ കൊച്ചിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴും എൻ്റെ ഭാര്യ രാത്രി ഉണർന്നെഴുന്നേറ്റ് ആ കുഞ്ഞിനെ നോക്കുമ്പോഴും ചിലരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ കുഞ്ഞിനെ നോക്കുന്നത് എന്ന്. ഈ കുഞ്ഞിനെ ആ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വിട്ടുകൂടെ? ആ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ നോക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ, ഈ അപ്പനും അമ്മയ്ക്കും അല്ലേ അറിയൂ. എങ്ങനെയും എനിക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റുന്നൊരു സ്ഥലത്തല്ലേ എൻ്റെ കുഞ്ഞിനെ നിർത്താൻ പറ്റുമെന്ന് ആ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ വരും. ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ അപ്പൻ്റെയും അമ്മയുടെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെയും ആ കുഞ്ഞ് അപ്പച്ചാന്നും അമ്മച്ചിയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ആ കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ അപ്പനാരാണ്, ആ കുഞ്ഞിൻ്റെ അമ്മയാരാണ്, ആ കുഞ്ഞിൻ്റെ സഹോദരങ്ങൾ ആരാണ്, അതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഈ ലോക ജീവിതത്തിൽ നാം പ്രത്യാശ അർപ്പിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാം മറ്റു മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓർത്തിരിക്കേണ്ട വചനമാണ്, നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന്. ഒരിക്കലൊരാൾ ആ വചനം അങ്ങനെ വായിച്ചു, നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടായി ലോകത്തെ നശിപ്പിക്കും എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കുന്നവരൊക്കെ രക്ഷപ്പെടും. ആ പെട്ടകത്തിനുള്ളിൽ കയറി ഇറങ്ങിയാലേ രക്ഷ കിട്ടുകയുള്ളൂ. അത് സഭയുടെ പഠനത്തിന് വിപരീതമായതുകൊണ്ട് സഭയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. സഭയ്ക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. അവസാനം ആ പെട്ടകത്തിനുള്ളിൽ തന്നെ വെച്ച് ആ പാവം മനുഷ്യൻ മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഉയർത്തെഴുന്നേക്കുമെന്ന് അയാളുടെ ശിഷ്യന്മാർ കരുതി. പക്ഷേ അയാൾ ഉയർത്തെഴുന്നേറ്റില്ല. അയാൾ എന്നേക്കുമായി മരിച്ചു പോയിരിക്കുന്നു. എത്രയോ പേരെ വഴിതെറ്റിച്ച മനുഷ്യൻ. ഞാൻ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അദ്ദേഹത്തിൻ്റെ അജ്ഞതയോട് കരുണ കാണിച്ച് അയാളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടിയെന്ന് വരികയില്ല. ചിലരെ കിട്ടുന്നത് മരിച്ചതിന് ശേഷമായിരിക്കാം. ഇപ്പം ചില ആളുകളെ നേരെ ആരോഗ്യമുള്ള സമയത്ത് കിട്ടുകയില്ല. ഒരു രോഗം വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും വലിയ താല്പര്യമാണ്. എങ്ങനെയാണെങ്കിലും കർത്താവ് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. രോഗത്തിലൂടെയാണെങ്കിലും തകർച്ചയിലൂടെയാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണെങ്കിലും ഒക്കെ കർത്താവ് നമ്മളെ സ്വന്തമാക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ സഹായത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ പെട്ടെന്ന് സഹായിക്കുന്നതിനേക്കാൾ അപ്പുറം അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ പോയപ്പം ഒരു സിസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം അപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുക്കാതെ ഒരു പെൻസിലാണെങ്കിലും ഒരു സ്ലേറ്റാണെങ്കിലും ഒരു ഉടുപ്പാണെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോഴെ തന്നെ കൊടുക്കാതെ 2 ദിവസം കഴിഞ്ഞിട്ട്, നിങ്ങളുടെ പണം ഉണ്ടെങ്കിൽ പോലും 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കൂ. അപ്പോഴാ കുഞ്ഞുങ്ങൾ കാത്തിരിക്കും. അവരോട് പറയൂ ദൈവം തരുമെന്ന്. അപ്പോൾ അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. നല്ലൊരു ശതമാനം ആളുകളും ഇപ്പോൾ എനിക്ക് ലഭിച്ചില്ലെങ്കിൽ അവിടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമാണ്. അതിലും അപ്പുറമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ നമ്മൾ കൃപയിൽ ജീവിക്കുക എന്നത്. ഇവിടെ കൃപയിൽ ജീവിക്കാതെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുകയില്ല. അടുത്ത ആഴ്ച മതി, 2 വർഷം കഴിഞ്ഞിട്ട് മതി, പ്രായമാകുമ്പോൾ മതി എന്ന് ആരും പറയരുത്. നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. എപ്പോൾ വേണമെങ്കിലും കർത്താവിന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാം, നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ എപ്പോഴാണ് അവസാനിക്കും നമുക്കറിയാൻ പാടില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ ഗ്രഹനാഥൻ അറിയുന്നില്ല കള്ളൻ എപ്പോഴാണ് രാത്രി വരുന്നത്. ഒരു കള്ളനും പറഞ്ഞിട്ട് വരാറില്ല. നിങ്ങളുടെ വീട് മോഷ്ടിക്കാൻ പോവുകയാണെന്ന് ഏത് കള്ളനാണ് പറഞ്ഞിട്ട് വരുന്നത്? ഒരു കള്ളനും വരുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കള്ളൻ വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക. നമ്മുടെ കർത്താവ് എപ്പോഴാണ് നമ്മളെ വിളിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം, ഒരുക്കമുള്ളവരായി തീരാം. നാളെ എന്ന് നീട്ടിവെക്കരുത്. സ്നേഹമുള്ള നല്ല ദൈവമേ, നോഹയുടെ കാലം പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം എന്ന് അവിടുന്ന് പറഞ്ഞു. നോഹയുടെ കാലത്ത് മനുഷ്യൻ പാപത്തിലും തിന്മയിലും അശുദ്ധിയിലും ഒക്കെ ജീവിച്ചു. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചു കൊടുത്തും അങ്ങനെ ഭൗതികമായ ആവശ്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് അവർ ജീവിച്ചു. വെള്ളപ്പൊക്കമുണ്ടായി, അവരെല്ലാം നശിച്ചുപോയി. കർത്താവേ, പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഞങ്ങൾ നശിച്ചു പോകാതെ, ഒരു സുനാമി വന്ന് ഞങ്ങൾ നശിച്ചു പോകാതെ, സാധ്യതയുണ്ടല്ലോ കർത്താവേ, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ തീർന്നു പോകാം, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ അവസാനിക്കാം. അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.